ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് +1 ടൈം ടേബിൾ വന്നിട്ടുണ്ട്. എല്ലാവരും പേടിച്ച പോലെ തന്നെ ഒരു സബ്ജക്റ്റുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. വെക്കേഷൻ കഴിഞ്ഞാലും ആ സബ്ജക്റ്റിൻ്റെ എക്സാം നടക്കുന്നുണ്ട്. ആ സബ്ജക്റ്റ് ഏതാണെന്ന് അറിയുന്നതിന് മുമ്പ് ഇങ്ങനത്തെ അപ്ഡേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങളുടെ എക്സാമിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ചാനലിൽ വരാനുള്ളതാണ്. യെസ്, നമുക്ക് ടൈം ടേബിൾ നോക്കാം. 15-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ലാംഗ്വേജോട് കൂടി നമ്മൾ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ 16-ാം തീയതി ഇംഗ്ലീഷ്, 17-ാം തീയതി ഹിസ്റ്ററി, ബിസിനസ് സ്റ്റഡീസ്, കൊമേഴ്സുകാർക്ക് ബിസിനസ് സ്റ്റഡീസ്, ഹ്യൂമാനിറ്റീസുകാർക്ക് ഹിസ്റ്ററി. അതുപോലെ തന്നെ തേഴ്സ്ഡേ ഡിസംബർ 18-ന് ജോഗ്രഫി, അക്കൗണ്ടൻസി, ഡിസംബർ 19 ഫ്രൈഡേ എക്കണോമിക്സ്, ഡിസംബർ 20 സാറ്റർഡേ. ഇപ്രാവശ്യം സാറ്റർഡേ എക്സാം വരുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ ആ ഒരു വിഷയം കൊണ്ടാണ് സാറ്റർഡേ എക്സാം വരുന്നുണ്ട്. മാത്സ് ആണ്, എല്ലാവർക്കും ഉണ്ടാവില്ല, ചിലപ്പോൾ മാത്സിൻ്റെ കൊമേഴ്സുകാർക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എഴുതി. പിന്നെ അതുപോലെ തന്നെ ഡിസംബർ 22 മൺഡേ സോഷ്യോളജി വരുന്നുണ്ട്. ഡിസംബർ 23 ട്യൂസ്ഡേ പൊളിറ്റിക്സ്, അത് അപ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ ചിലർക്ക് പൊളിറ്റിക്സ് ആയിരിക്കും, ചിലർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കും. പിന്നെ വെക്കേഷനാണ്. പിന്നെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ജനുവരി 5-ാം തീയതിയാണ് ഓപ്പൺ ആവാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ 6-ാം തീയതി ട്യൂസ്ഡേ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം എഴുതുന്ന ആൾക്കാർ ആ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ക്രിസ്മസ് വെക്കേഷൻ, എൻ്റെ അഭിപ്രായത്തിൽ ആ ക്രിസ്മസ് വെക്കേഷൻ ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി നിങ്ങളിങ്ങനെ മാറ്റി വെക്കണ്ട എന്നുള്ളതാണ്. അതിനൊരു സമയം കണ്ടെത്തിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ദിവസങ്ങൾ മാറ്റി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, സെറ്റാക്കുക, ഉഷാറായിട്ട് തന്നെ പഠിക്കുക. ഒരു ബേജാറും വേണ്ട, നല്ല അടിപൊളിയായിട്ട് തന്നെ എജുപോട്ടും നമ്മളെല്ലാവരും കൂടെ തന്നെ ഉണ്ട്. ഹാപ്പി